കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വലിയ സ്നേഹവന്ദനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ പിരിമുറുക്കങ്ങളോ അകൽച്ചയോ അനുഭവിച്ച ഒരാളെ സമീപിക്കുക. ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ലളിതമായ ഒരു വാക്ക് പോലും ആ വ്യക്തിക്ക് സമാധാനം നൽകുന്നതായിരിക്കും. കൃപയും സമാധാനവും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്നു എന്ന് ശക്തമായി ദൈവവചനം പറയുന്നു. ഇന്ന് ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. സമാധാനത്തിനായി ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പരക്കം പായുകയാണ്. ഒരാഴ്ച സമാധാനമുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ചകളിൽ വലിയ പിരിമുറുക്കങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്ന ഒരു മനുഷ്യ ജനതയുടെ മധ്യയാണ് നാം അധിവസിക്കുന്നത്. എന്നാൽ എവിടെ നിന്നാണ് സമാധാനം നമുക്ക് ലഭിക്കുന്നത്? ആരിൽ നിന്ന് ലഭിക്കും? എന്തെങ്കിലും മുതൽ മുടക്കുണ്ടോ എന്ന് പലരും ചിന്തിച്ചു പോകുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ വിശുദ്ധനായ ദൈവത്തെ അറിയുകയും എന്താണ് വിശുദ്ധി, എന്താണ് വിശുദ്ധിയുടെ അനുഭവം, എങ്ങനെയാണ് കൈവരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ആ വലിയ സമാധാനം അനുഭവവേദ്യമാകുവാൻ ഇടയായിത്തീരും. ഒന്നാമതായിട്ട് യേശുവിന്റെ രക്തത്താൽ പാപത്തിൽ നിന്നും ശുദ്ധീകരണം പ്രാപിക്കണം. 2 വചനത്താൽ പാപശുദ്ധീകരണം പ്രാപിക്കണം. 3 പരിശുദ്ധാത്മാവിനാൽ പാപശുദ്ധീകരണം പ്രാപിക്കണം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഈ യേശുവിൽ നിന്ന് ദിവ്യ സമാധാനം നമുക്ക് ലഭിക്കണം. അതിനായിട്ടാണ് ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുകയും ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. ദൈവപുത്രന് കൈമാറിയ സമാധാനം കർത്താവിലൂടെ അത് നമുക്ക് നൽകിയിരിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യഹൂദന്മാരെ ഭയന്ന് വീട്ടിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവരോട് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ദൈവം എനിക്ക് നൽകിയത്. എന്നാൽ ഇത് ഭൂമിയിൽ ഉപയോഗിക്കുവാൻ എന്നേക്കുമായി ഞാൻ തരികയാണ്. എൻ്റെ പിതാവായ ദൈവം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുവാൻ നൽകിയ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവിക സമാധാനം തൻ്റെ മക്കൾക്ക് ശിഷ്യന്മാരിൽ സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ സമാധാനം ഈ ഭൂമിയിലൂടെ മറ്റൊന്നിലൂടെ ലഭിക്കുകയില്ല. യേശുക്രിസ്തു മാത്രം അതിന് യോഗ്യൻ എന്ന് നാം തിരിച്ചറിയണം. ഈ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. അതിനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ആ ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ നോമ്പുകാലം. നാം സമാധാനം ഉണ്ടാക്കുന്നവർ എങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായിത്തീരും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്നുള്ള കർത്താവിന്റെ ശക്തമേറിയ വചനം നമ്മിലൂടെ നിറവേറ്റപ്പെടുവാൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആമേൻ.